ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് നിരവധി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉടനടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉടനടി പ്രവർത്തിക്കുകയുമാണ്. രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ പ്രവർത്തനങ്ങളും നടത്തിവരുന്നത്. മുൻ സർക്കാരുകൾ ഇത്രയും സമഗ്രമായ സഹായം വാഗ്ദാനം ചെയ്തിരുന്നില്ല. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിലെ ദൗത്യങ്ങൾ വഴി ഇത് കൈകാര്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷ മേഖലയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രാലയവും സമഗ്ര ശ്രമം നടത്തുന്നുണ്ടെന്നും ഒരു വ്യക്തി പോലും പിന്നോട്ട് പോകില്ലെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നും ഒഡീഷ മന്ത്രി പൃഥ്വിരാജ് ഹരിചന്ദൻ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ANIയോട് സംസാരിച്ച ഹരിചന്ദൻ സർക്കാർ എല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ഒഴിപ്പിക്കൽ പ്രക്രിയ ഷെഡ്യൂൾ ചെയ്തതാണെന്നും പറഞ്ഞു. പ്രധാനമന്ത്രിയും പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യയിലെ പൗരന്മാരെ ഒഴിപ്പിക്കാൻ സമഗ്രമായ ശ്രമം നടത്തുന്നുണ്ട്. സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ട്, എല്ലാം ഷെഡ്യൂളിലുണ്ട്. ഒരു വ്യക്തി പോലും പിന്തള്ളപ്പെടില്ല എന്നും ഹരിചന്ദൻ പറഞ്ഞു. മറുവശത്ത് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ സൈനിക ആക്രമണം നടത്തിയതിനെ തുടർന്ന് ബാധിത ഇറാനിയൻ പ്രദേശങ്ങളിൽ നിന്നും ഏകദേശം 1200 കാശ്മീരി വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജമ്മു കാശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ ദേശീയ കൺവീനർ നാസിർ ഖുഹാമി ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് നയതന്ത്ര മാർഗങ്ങൾ തുറന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന വിഷയം സഹപ്രവർത്തകരുമായി ഉന്നയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ഇറാനിൽ നിന്നുള്ള വൈറലായ വീഡിയോകളും പ്രതിഷേധ ദൃശ്യങ്ങളും ഇതിനകം തന്നെ പിരിമുറുക്കമുള്ള അന്തരീക്ഷം കൂടുതൽ തീവ്രമാക്കുന്നതിനാൽ ശാന്തത നിലനിർത്തുന്നതിനുള്ള ഒരു പ്രതിരോധ നടപടിയായി ഉദ്യോഗസ്ഥർ വിവരിക്കുന്ന ഭാഗമായി കാശ്മീർ താഴ്വരയിലുടനീളം മൊബൈൽ ഇന്റർനെറ്റ് വേഗത നിയന്ത്രിച്ചിരിക്കുന്നുണ്ട്. എയർ ഇന്ത്യ, UAE, സൗദി, ഇസ്രായേൽ, ഖത്തർ വിമാന സർവീസുകൾ അർദ്ധരാത്രി വരെ നിർത്തിവെച്ചു. യൂറോപ്പ് റൂട്ടുകളും തടസ്സപ്പെട്ടു. നിരവധി സെൻസിറ്റീവ് മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ക്രമസമാധാനം നിലനിർത്തുന്നതിന് ചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. കൊലപാതകത്തിൽ ദുഃഖിക്കുന്നവരെ സമാധാനപരമായി ദുഃഖിക്കാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നേരത്തെ പറഞ്ഞിരുന്നു. ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ദുഃഖാചരണം സമാധാനപരമായി നടത്താൻ അനുവദിക്കുന്നുണ്ടെന്നും നാം ഉറപ്പാക്കണം. പോലീസും സിവിൽ ഭരണകൂടവും പരമാവധി സംയമനം പാലിക്കുകയും ബലപ്രയോഗമോ അനാവശ്യ നിയന്ത്രണ നടപടികളോ ഒഴിവാക്കുകയും വേണമെന്നും കൂട്ടിച്ചേർത്തു. വിദേശത്തുള്ള താമസക്കാരുടെ സുരക്ഷയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ചുകൊണ്ട് ഇറാനിലെ നമ്മുടെ താമസക്കാരുടെ താൽപര്യങ്ങളും ക്ഷേമവും സംരക്ഷിക്കുന്നതിനായി ജമ്മു കാശ്മീർ സർക്കാർ വിദേശകാര്യ മന്ത്രാലയവുമായി അടുത്ത ഏകോപനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധം തടയുന്നതിനായി അധികൃതർ നടപടി സ്വീകരിക്കുന്നതിനാൽ ശ്രീനഗറിന്റെ ചില ഭാഗങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലാൽ ചൌക്ക് പ്രദേശം അടച്ചുപൂട്ടി. സമ്മേളനങ്ങളും പ്രകടനങ്ങളും തടയുന്നതിനായി ഐക്കണിക് ഖണ്ഡാഘറിലേക്കുള്ള പ്രവേശനം സുരക്ഷാസേന നിയന്ത്രിച്ചിരിക്കുന്നുണ്ട്. മുൻകരുതൽ നടപടിയായി കാശ്മീർ താഴ്വരയിലെ എല്ലാ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്നും നാളെയും 2 ദിവസത്തേക്ക് അടച്ചിടാൻ ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടു. സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് കാശ്മീർ സർവകലാശാല ഇപ്പോൾ നടത്തിവരുന്ന പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.